അപകടക്കെണിയായ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം അപകടം വിളിച്ചുവരുത്തിയിട്ടും അധികൃതർ ഒരു ഇടപെടലും നടത്തുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് കൊലയാളി റോഡായി മാറിയിട്ട് നാളുകളേറെ പിന്നിടുന്നു. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം ജീവനുകൾ പലത് കവർന്നു കഴിഞ്ഞു. റോഡ് നിർമ്മാണം 20% മാത്രം പറഞ്ഞ സമയത്തിന്റെ ഇരട്ടി സമയമെടുത്ത് ചെയ്തപ്പോൾ അപകടക്കണിയായി മാറി എന്നതാണ് യാഥാർത്ഥ്യം. അപകടങ്ങൾ പെരുകിയതോടെ തീരത്തുള്ള തെരുവ് കച്ചവടക്കാരുടെ ജീവിതവും ദുരിതത്തിലായി. നിലവിലുണ്ടായിരുന്ന വീതി കുറച്ചു പണിയുന്ന ഏക റോഡെന്ന ഖ്യാതിയും ഇതോടെ AC റോഡ് നേടി. ഈ ഫുട്പാത്തിൻ്റെ രീതിയിൽ ഉയർത്തിക്കെട്ടിരിക്കുന്ന ഭാഗം അത് ക്രമീകരിച്ചുകൊണ്ട് അവിടെ പാർക്കിംഗ് സൗകര്യവും ഉണ്ടാകുന്ന നിലയിൽ വീതി ഉറപ്പാക്കിക്കൊണ്ടൊരു പുനർനിർമ്മാണം ആവശ്യമാണെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ വലിയ പൈപ്പുകൾ നമ്മുടെ ഇപ്പോൾ പണിത ഫുട്പാത്തിൻ്റെ ഒരു പകുതി ഭാഗം കവർ ചെയ്തുകൊണ്ട് ഇവിടെ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അത് വലിയ അപകടം സൃഷ്ടിക്കുന്നുള്ള യാതൊരു തർക്കവുമില്ല. നടപ്പാത ഉയർത്തിക്കെട്ടിയിരിക്കുന്നതിനാൽ റോഡിന്റെ വീതിയും പാർക്കിംഗ് സൗകര്യവും നഷ്ടപ്പെട്ടു. സെമി എലിവേറ്റഡ് പാലം ടാർ ചെയ്ത ശേഷം വീണ്ടും കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇതിനു പുറമെ തീരത്തെ മരങ്ങൾ വെട്ടി നശിപ്പിച്ച് ഉയർത്തി വലിയ പൈപ്പ് ഇടാനുള്ള പ്രവർത്തികൾ നടന്നു വരികയാണ്. ഇത് പ്രാവർത്തികമാകുന്നതോടെ വർഷങ്ങളായി ചെറുകിട കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്നവരുടെ ജീവിതവും ദുരിതത്തിലാകും. 15 രോഗിയായിട്ട് 16 ഹൃദയവാലെണ്ണം മാറി വെച്ചു. അതിനുശേഷം ഞാൻ തട്ടുകട തുടങ്ങി. എൻ്റെ ഉപജീവനമാർഗത്തിന് സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു കടയാണ്. ഇത് നമുക്ക് ജീവിക്കാൻ ഈ ഒരു മാർഗം നിന്ന് പോയാൽ മറ്റൊരു തൊഴിലിന് പോകാനൊക്കത്തില്ല. കാര്യം ഈ എപ്പോഴാണ് മേലഴി വരുന്ന ആശുപത്രി പോകുന്ന പറയാൻ പറ്റത്തില്ല. ചെക്കപ്പിനൊക്കെ അപ്പോൾ സ്ഥിരമായിട്ടൊരു ജോലി ചെയ്യിക്കാൻ നോക്കത്തില്ല. തികച്ചും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം പുനഃപരിശോധിച്ച് ശാസ്ത്രീയമായി പുനർനിർമ്മിക്കണമെന്നതാണ് ജനങ്ങളുടെ ആകെ ആവശ്യം. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം ജീവനുകൾ പലതെടുത്തിട്ടും അധികൃതർ മാത്രം എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല എന്ന ചോദ്യം കൂടുതൽ പ്രസക്തമാവുകയാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്.